നമസ്കാരം, സ്വാഗതം ഏവർക്കും. ഞാൻ സെൽവരാജ്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടി നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം, സാമ്പത്തിക സുരക്ഷിതത്വം വേണം, എൻ്റേതായ ചില ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചെടുക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ അത് സാധിച്ചെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ സമൂഹത്തിലൊരു സാമ്പത്തികമായിട്ട് ഉന്നമനമുണ്ടായ സമൂഹത്തിലൊരു സ്ഥാനം നേടിയെടുക്കണം. പല രീതിയിൽ പല ഗതികളാൽ പലരും ഒരു ജോലി ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കവരും അവർ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ തുടക്കത്തിൽ സമ്പത്ത് മാത്രം ആഗ്രഹിച്ച്, വരുമാനം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു ജോലി പിന്നീട് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള നീൽ ഹോവേ പറഞ്ഞിട്ടുണ്ട്, 95% ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലിലല്ല ഏർപ്പെട്ടിരിക്കുന്നത്. 5% താഴെ വ്യക്തികൾ മാത്രമാണ് ഇഷ്ടപ്പെട്ട, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ ചെയ്യുന്നത്, ഒരു പ്രൊഫഷൻ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കാം? ഇത് പ്രത്യേകിച്ച് കാരണമെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് കൊണ്ടുള്ള അനിഷ്ടമാണ്. അപ്പോൾ ആ ജോലി പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ അതൊരു ഭാരമായി വരുന്നു, ആ ജോലി ചെയ്യാനുള്ള താല്പര്യമില്ലാതെ വരുന്നു, അതിനോട് വിരക്തി വരുന്നു, പിന്നെ ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇവിടെയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാകുന്നത്. 3 P's, അതായത് 1 പാഷൻ, 2 പേഴ്സണാലിറ്റി, 3 പോസിബിലിറ്റി. ഈ കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രശ്നം ലേറ്റ് സ്റ്റേജിൽ ഉണ്ടാകാതിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ P എന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുന്നതാണ്. നമ്മുടെ ഇഷ്ടമാണ് വളരെ പ്രധാനം. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. കാരണം കാലങ്ങളിലാകുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചെയ്യുന്നത് കണ്ടിട്ട് ഇതെനിക്കും സാധിക്കുമെന്നുള്ള രീതിയിൽ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ സ്വീകരിക്കുക, അത് ഏറ്റവും പ്രധാനം പാഷൻ തന്നെയാണ്. അപ്പം ഞാൻ അതിന് 1-2 ഉദാഹരണങ്ങൾ പറയാം. ആ ഉദാഹരണങ്ങൾ, 1, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കുട്ടി ഒരു വിദേശ രാജ്യത്ത് പേരൻസിൻ്റെ ഒപ്പം താമസിച്ച് പഠിക്കുകയും ചെയ്തതിന് ശേഷം +1 +2 കേരളത്തിലേക്ക് വരികയും മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുക, ഒപ്പം ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലൂടെ +1 +2 പഠിക്കുക, മെഡിക്കൽ എൻട്രൻസിന് കോച്ചിങ്ങും കൂടി തരപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം എന്ന് പറയുന്നത് പടം വരയ്ക്കുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ ഓരോ സെഷൻസിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു 10 മിനിറ്റൊക്കെ ബ്രേക്ക് കൊടുക്കുമ്പോൾ കയ്യിലൊരു നോട്ട് ബുക്ക് ഉണ്ടാകും, ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടാകും. ആ ഡ്രോയിങ് ബുക്കിനകത്ത് പടം വരയ്ക്കും. അത് നല്ല പെൻസിൽ ഡ്രോയിങ് ആണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്, വളരെ നല്ലൊരു ഫീൽഡാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പഠിക്കാൻ വന്നിരിക്കുന്നത്, കോച്ചിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിനാണ്. ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ അറിയുന്നു, മറ്റൊരു ദിനം, അത് ആ ഒരു വർഷത്തെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു ദിനം ഈ പർട്ടിക്കുലർ ഈ സെൻറ്ററിലേക്ക് നമ്മൾ വീണ്ടും ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ്. വലിയത് എന്ന് പറയുക, സാമാന്യം വലിയത് എന്ന് പറയും. ആ ഫ്ലെക്സ് ബോർഡിൽ ഈ കുട്ടിയുടെ ചിത്രവും ഉൾപ്പെടുത്തി കൊണ്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ, ആ വർഷത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 2nd റാങ്ക് ലഭിച്ചിരിക്കുന്നു. നോക്കൂ, മെഡിക്കൽ ഒരു ഡോക്ടർ ആകുന്നതിനുള്ള പരിശീലനത്തിനാണ് വന്നത്. പക്ഷെ അതിനിടയ്ക്ക് NIDയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുകയും അതിൽ 2nd റാങ്ക് എന്ന് പറഞ്ഞാൽ പലരും കോച്ചിങ്ങിനൊക്കെ പോയി, പ്രത്യേക പ്രാക്ടീസിനൊക്കെ പോയിട്ടാണ് ഈ NIDയുടെ പരീക്ഷയൊക്കെ എഴുതുന്നത് എന്ന് വിചാരിക്കുമോ. അവിടെയാണ് കോച്ചിങ്ങിന് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ അതൊരു വാർത്തയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാണ്.
അതായത് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് അതിനുശേഷം NIDയിൽ അഡ്മിഷൻ എടുത്ത് MBBS ആകാൻ ആഗ്രഹിച്ച കുട്ടി BDIS, അതായത് ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിൽ ചേർന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതാണ് പാഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഉദാഹരണമല്ല, ഇതൊരു നേരിട്ട് അറിയുന്നൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥയാണ്. അവിടെ എന്താണ്, ഇദ്ദേഹം ഒരു നാഷണൽ അവാർഡ് വിന്നർ കൂടിയാണ് കേട്ടോ. അതുപോലെ സ്റ്റേറ്റ് അവാർഡും കൂടിയാണ്. എന്തിൽ? ചിത്രകലയിലാണ്. അതൊരു പ്രത്യേക ചിത്രകലയാണ്. വുഡ് കട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് ചെറിയ ഈ വുഡ് പീസസിൽ ഇങ്ങനെ എന്താണ് നമ്മൾ മെല്ലെ 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 കാർവിംഗ് ആണ്. അതായത് കൊത്തി എടുത്ത് രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത്തരം ഒരു വുഡ് കട്ട് ആർട്ട് തന്നെയാണത്. ഇദ്ദേഹം ഇതിനകത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെയും പാഷനാണ്, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് കൂടി നമുക്ക് പറയാം. അല്ല, ഓരോരുത്തർക്കും ഒരു അഭിരുചിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്നു, BSc കെമിസ്ട്രിക്ക് പഠിക്കുന്നു. BSc കെമിസ്ട്രി ഒന്നും തലയിൽ കയറുന്നില്ല. ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറുടെ പടം വരയ്ക്കുകയാണ്. അതായത് ക്ലാസ്സിലിരുന്ന് ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറുടെ പടം ഒരു ബുക്കിൽ വരയ്ക്കുന്നു. ഇത് ടീച്ചർ കണ്ടുപിടിക്കുന്നു. ടീച്ചർ കണ്ടുപിടിച്ചതിന് ശേഷം, ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേട്ടോ, ടീച്ചർ കണ്ടുപിടിച്ചതിന് ശേഷം പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് ഈ വ്യക്തിയെയും കൊണ്ട് പോകുന്നു. അവർ രണ്ടുപേരും, ടീച്ചറും സ്റ്റുഡൻറ്റും കൂടി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോകുന്നു. പ്രിൻസിപ്പലും ഇത് കണ്ടു. അതിനുശേഷം അവർ ഡിസ്കഷൻ നടത്തിയതിന് ശേഷം ഈ വിദ്യാർത്ഥിയോട് പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ സയൻസ് ഒന്നുമല്ല പഠിക്കേണ്ടത്, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠിക്കുക. അപ്പോൾ അവിടെ നിന്നാണ്, അതുവരെ ഇത്തരം ഒരു മേഖലയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, എനിക്ക് ഇത്രയ്ക്കും വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡൈവേർഷൻ എടുക്കുകയാണ്. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠിച്ചു. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠിച്ചതിന് ശേഷം MFA, മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പഠിച്ചു. അതിനുശേഷം ഇതിനിടയ്ക്ക് ഈ പറയുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി പെട്ടുകിടന്നപ്പോൾ അവിടെ ഒരു വാഹനം നിറച്ച്, ഒരു പിക്കപ്പ് വാൻ നിറച്ച് ചക്ക കയറ്റിക്കൊണ്ട് പോകുന്ന, ചക്ക ഇങ്ങനെ അട്ടിയിട്ട് വച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരു വർക്ക് ചെയ്യുന്നു. ആ വർക്കിന് ദേശീയ അവാർഡ് ലഭിക്കുന്നു. ഇതിനെല്ലാത്തിനും ശേഷം അദ്ദേഹത്തിന്, അതായത് കൽക്കട്ടയിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം വരെ ലഭിക്കുന്നു. ഇന്ത്യയിലെ ചിത്രകലാ പഠനത്തിന് അതുപോലെയുള്ളതിനൊക്കെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ് ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള വിശ്വഭാരതി എന്ന് പറയുന്നത്. വിശ്വഭാരതി സർവകലാശാല, അവിടെ വരെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് അതെനിക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ പോലും നോക്കൂ, ഇവിടെയും ഒരു ആപ്റ്റിറ്റ്യൂഡുണ്ട് മനുഷ്യന്, ഒരു പാഷനുണ്ട്, നമ്മുടെ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആദ്യം പറഞ്ഞ P എന്ന് പറയുന്നത് ഇഷ്ടമാണ്. രണ്ടാമത്തത് പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന ആ ഒരു പ്രൊഫഷൻ, അത് കൊണ്ടു നടക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി, ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ നമുക്കുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു സെൽഫ് ഡിസ്കവറി നമ്മൾ ചെയ്തിരിക്കണം. ഇവിടെയും മറ്റൊരു ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. യാദൃച്ഛിക എൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു ഗൈഡൻസിന്, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ട് എത്തപ്പെട്ട ഒരു അച്ഛനാണ് എൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത്. മകൻ ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നല്ല ഒരു കോഴ്സാണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കോഴ്സാണ്. അപ്പോൾ കോഴ്സൊക്കെ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ സ്വയം തീരുമാനം എടുക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് വരുമ്പോഴത്താണ് മറ്റുള്ളവർ നമ്മളെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് കൊണ്ട് ചേർത്തു. ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ഈ കുട്ടി ചേർന്നാൽ ആ കുട്ടിക്ക് ഒരിക്കലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിക്ക് അതിനുള്ളൊരു താല്പര്യമില്ല. ആ കുട്ടി ഒരിക്കലും അതിന് ഈസ് ആക്ച്വലി നോട്ട് മെൻ ഫോർ ഇറ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഏതാനും വർഷങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. അതിനുശേഷം പിന്നെ മറ്റൊരു ഡിഗ്രി കോഴ്സിന് പോയി ചേരുകയും. ഇതുപോലെ ഉദാഹരണങ്ങൾ ഒരു പക്ഷേങ്കിൽ പലർക്കും അറിയാമായിരിക്കും, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച്, നമ്മുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നറിയാനുള്ള ധാരാളം രീതികളുണ്ട്. ഇൻ്റർനാഷണലി പ്രൂവൻ ആയിട്ടുള്ള പല സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പല രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജന്മസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നൈസർഗികമായിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ട്രെയ്റ്റ്സ് എന്ന് പറയുന്ന പല രീതിയിലാണ്. അതിലൊരെണ്ണം എന്ന് പറയുന്നത്, ചിലർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്
ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ഒരു ചിട്ടവട്ടത്തിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും സാധിക്കുന്ന ജോബ്സ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ജോബ്സ് ആയിരിക്കും അവർ ആഗ്രഹിക്കുക. അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് അവരത് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അവർക്കത് നിർവഹിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ജോബ്സ് ഉണ്ട്, ആ കരിയറുണ്ട്. അതാണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഓഫീസിലൊക്കെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നവരല്ല. അവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ല മസിൽസ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വാഭാവികമായിട്ടുള്ളതാണ്, അവരത്തരം മേഖലകളിൽ പോകണം. മറ്റൊരു വിഭാഗം എന്ന് വളരെ ക്രിയേറ്റീവാണ്. അതായത് എന്തിനേയും പ്രത്യേകിച്ച് നമ്മളൊക്കെ സാധാരണ കാണുന്ന രീതിയിൽ അവരൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഒരു അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു ഭയങ്കര ഒബ്സർവേഷൻ മൈൻഡ് ഉണ്ടാവും, ഭയങ്കര ഇമാജിനേഷൻ ഉണ്ടാവും, വളരെ ക്രിയേറ്റീവായിട്ട് എല്ലാം ഒരു സ്വന്തം ഭാഷ്യം ഉള്ളത്, സ്വന്തമായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാക്കിയെടുക്കുന്ന എന്തിനെക്കുറിച്ചും അത്തരം വ്യക്തികളുണ്ട്. വളരെ ഇന്നൊവേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുള്ള ധാരാളം പേരുണ്ട്. അവരത്തരം മേഖലകളാണ് അവരുടെ ജീവിതത്തിന്, അതായത് മുന്നോട്ടുള്ള ജീവിതപാതയിലെ കരിയറിൻ്റെ ചൂസ് ചെയ്യേണ്ടത്. വേറൊരു ഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സോഷ്യലി ആക്റ്റീവായിട്ട് വളരെ സിമ്പത്തറ്റിക് അല്ല എംപത്തറ്റിക് ആയിട്ടുള്ള, അതായത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഇൻ്റർപേഴ്സണൽ സ്കിൽസൊക്കെ വളരെ കൂടുതലുള്ള, വളരെ ലവബിൾ ആയിട്ടുള്ള, എല്ലാവരെയും ഇങ്ങനെ നല്ല ലീഡർഷിപ്പായിട്ട് നന്നായിട്ട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളുള്ള ആളുകളുണ്ട്. ഇതുപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്, അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു ചില കഴിവുകളാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞ് അതിലൂടെ മുന്നോട്ടുള്ളൊരു കരിയർ രൂപപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒരിക്കലും അവരെന്നും ആ ഒരു ലൈഫ് അവർ എൻജോയ് ചെയ്യുമെന്നുള്ളത്, ലൈഫ് ലോങ് അവരത് ചെയ്തിരിക്കും, അത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു കരിയറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പലർക്കും എന്തെല്ലാം സ്കിൽസ് ഉണ്ടെന്നറിയാം. അതായത് ചിലർക്ക് ഭയങ്കര ലാംഗ്വേജ് സ്കിൽസാണ്, അതായത് ലിംഗ്വിസ്റ്റിക്കാണ്. ചിലർ വളരെ ന്യൂമറിക്കൽ സ്കിൽസ് ഉണ്ട്, ചിലർക്ക് മ്യൂസിക് സെൻസ് വളരെ കൂടുതലുള്ളതാണ്, മറ്റു ചിലർ ശരിക്കും ഈ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കൂടുതലുള്ളവരാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഴിവുകൾ, സ്കിൽസ് ഉള്ള ആളുകളുണ്ട്, മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിലയിരുത്തി ഒരു സെൽഫ് ഡിസ്കവറി നടത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റും. ഈ പ്ലാൻ ഒന്ന് തയ്യാറാക്കിയാൽ, ആദ്യം ഇത് അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണെങ്കിൽ വരുത്തുകയും ചെയ്ത് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. യഥാർത്ഥ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ആ കരിയർ ഇഷ്ടപ്പെടും, അവർ എൻജോയ് ചെയ്യും, ലൈഫ് ലോങ് എൻജോയ് ചെയ്യും. ഒരു രീതിയിലുള്ള എനിക്ക് ബോറടിക്കുന്നു എന്നൊരു രീതിയിലൊന്നും പറയാതെ തന്നെ അവർ സ്ഥിരത ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് രണ്ടാമത്തെ പി എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് പോസിബിലിറ്റീസാണ്. ഇപ്പോൾ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുകയാണ് അല്ലേ. പലരും 10ാം ക്ലാസ് കുട്ടികൾ കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും സയൻസ് ഇഷ്ടമല്ലാത്തവരായിരിക്കും, പക്ഷേ സയൻസിലേക്ക് ചാടും. അതുപോലെ ചിലർ ഹ്യൂമാനിറ്റീസ് ഇഷ്ടമല്ല, അങ്ങോട്ട് പോകാം. ചിലർ സയൻസ് പഠിച്ച് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പിന്നെ പോയിട്ട് എന്ത് ചെയ്യും, അവർ കൊമേഴ്സ് എടുക്കും. ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സ് നേരത്തെ പഠിച്ചാൽ മതിയായിരുന്നു, +1 +2 കൊമേഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എല്ലാവരും പോകുന്ന വഴി ഞാനും പോകുന്നു, വീട്ടിൽ നിന്നും കൂടി പ്രഷർ വരുമ്പോഴത്തേക്കും സയൻസ് കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലൊക്കെ പോയി പലരും ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന സ്വാഭാവികമായിട്ട് ആരും ഒരാളെ, ഇപ്പോൾ വീട്ടിലുള്ളവരാരും ഒരാളെ അങ്ങനെ വെറുതെ അങ്ങോട്ട് വിടുന്നത്, സ്വാഭാവികമായിട്ടും നാട്ടു നടപ്പെന്നുള്ള രീതിയിലാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, അവിടെ ചെന്ന് ഈ വ്യക്തി ഈ ഒരു കുട്ടി അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും പെർഫോമൻസ് മോശമാകുന്നു. അതിനെല്ലാം ശേഷം എന്ത് ചെയ്യുന്നു, നേരെ പോയി മറ്റ് മേഖലകളിലേക്ക് തിരിയും. അപ്പോൾ കുറേ സമയനഷ്ടം, അവരുടെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുക. അപ്പോൾ അത് പോസിബിലിറ്റീസ്. അതുപോലെ തന്നെ പലരും ജോബ് എന്തെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പോസിബിലിറ്റീസ്, ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ ഞാൻ ചെയ്താൽ ഇതുകൊണ്ട് അതിൻ്റെ പോസിബിലിറ്റീസും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ഒരു പഠിക്കാനാണെങ്കിൽ പോലും ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ. കാരണം ചിലതൊക്കെ നമ്മൾ ചില കോഴ്സുകളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരിയാണ്, ചില കോഴ്സുകളൊക്കെ പഠിക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും ആ കോഴ്സിന് പ്രസക്തി ഇല്ലാതാകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ പോസിബിലിറ്റീസ്, ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്, പോസിബിലിറ്റീസ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ 3 പീസാണ്. 1 പാഷൻ നോക്കണം, അറിയണം. 2 പേഴ്സണാലിറ്റി അതിനുമായിട്ട് ഒത്തുചേരുന്നതാണോ എന്ന് അറിഞ്ഞിരിക്കണം. 3 പോസിബിലിറ്റീസ്, ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിഞ്ഞ് നേരത്തെ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷനെക്കുറിച്ച് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. വളരെ ആത്മാർത്ഥമായിട്ട്
വളരെ കമ്മിറ്റഡായിട്ട് വളരെ സിൻസിയറായിട്ട് ആ ജോലി നമുക്ക് ആ ഒരു പ്രൊഫഷൻ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ കഴിയും. ഇനി നാലാമത്തെ ഒരു കാര്യം പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ആണ്. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി തീരുമാനിക്കുമ്പോഴും ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് എന്താണ് നമ്മുടെ പ്രയോറിറ്റി, ഏതാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് കൂടി ചിന്തിക്കണം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും ജോലിക്കൊക്കെ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. എന്താണ് പ്രയോറിറ്റി? ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് ഏതെങ്കിലും പേരിലൊരു കോഴ്സ് പഠിക്കാനായിട്ട് പോകുക, പക്ഷെ ലക്ഷ്യം ആ കോഴ്സ് പഠിക്കുക എന്നുള്ളതല്ല, എങ്ങനെയും അവിടെ എത്തിപ്പെടുക, എന്നിട്ട് അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുക, എന്നിട്ട് ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ എങ്ങനെയും കൂടുക, എന്തെങ്കിലും ഒരു തൊഴിൽ സ്വീകരിച്ച് അവിടെ ഇങ്ങനെ കൂടുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ലക്ഷ്യം. പക്ഷെ അതൊക്കെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുകയല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ പഠിക്കാൻ തന്നെയായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. അതിൻ്റെ കൂടെ സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു സാഹചര്യങ്ങൾ ഒത്തുകിട്ടാൻ, ചിലപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുക. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടെ നമ്മൾ പല ജോലികളും ചെയ്യണം, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാനൊക്കെ കഴിയും. അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനൊക്കെ കഴിയും. പക്ഷേ എന്തിനാണ് പോകുന്നത്? പഠിക്കാനാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റിയാണ് ആദ്യം, ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് പഠിക്കുക, ആ ഡിഗ്രി നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. അതുപോലെ ഇപ്പോൾ ചിലർ നാട്ടിലാണെങ്കിലും PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ എന്നാൽ പഠിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് PSC കോച്ചിങ്ങിന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ പ്രയോറിറ്റിയാണ്. ഇനി ഒരു ജോലി സ്വീകരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ്? നിങ്ങൾ ഒരു പക്ഷേങ്കിൽ പുറത്തൊരു രാജ്യത്ത് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടം അതായിരിക്കാം, അതാണെങ്കിൽ അതായിരിക്കണം പ്രയോറിറ്റി. അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായിരിക്കണം പ്രയോറിറ്റി. അപ്പോൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, എന്താണോ നമ്മുടെ പ്രയോറിറ്റി എന്നുകൂടി അറിഞ്ഞുകൊണ്ട് ഒരു മേഖല തിരഞ്ഞെടുക്കുക. പഠനമായാലും ഒരു കരിയർ ആണെങ്കിലും തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തമം ആയിട്ടുള്ളത്. കാരണം തീർച്ചയായിട്ടും നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്ന മാതിരി ഇന്ന് രാത്രി കിടന്നു നേരം വെളുത്ത് എഴുന്നേറ്റ് മറ്റൊന്ന് ചൂസ് ചെയ്യുന്ന ആ രീതിയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കരിയർ എന്ന് പറയുന്നതൊരു ഡെഫിനറ്റ്ലി ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാതിരിയാണ്, അല്ലേ? ഒരു വളരെ കാലങ്ങളോളം നമ്മൾ ദിവസങ്ങളെടുത്ത് നിത്യേന എന്നാണ് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു പ്രൊഫഷനാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഇഷ്ടങ്ങൾ പ്രധാനമാണ്, നമ്മളുടെ പേഴ്സണാലിറ്റി പ്രധാനമാണ്, പോസിബിലിറ്റീസ് പ്രധാനമാണ്, പ്രയോറിറ്റി കൂടി പ്രധാനമാണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും അതുപോലെയുള്ള ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടുമൊക്കെ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.